സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. തഖ്വയുള്ളവരിൽ ചേർത്ത് റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഏവരും ജനിച്ച നാട്, മാതൃരാജ്യം അല്ലെങ്കിൽ പിറന്ന നാട്, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഒരു പിടി നല്ല ഓർമ്മകൾ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ജനിച്ച് നമ്മുടെ ശൈശവകാലം പിന്നിട്ട, അതേപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി നമ്മൾ കുട്ടികളായിരിക്കെ കൂട്ടുകാരോടൊത്ത് കലാലയങ്ങളിലേക്ക് പോയ ഓർമ്മകൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഒരുപാട് സ്നേഹിതന്മാർ, ചങ്ങാതിമാർ, കൂട്ടുകാർ, പൂർവികരായ നമ്മുടെ ബാപ്പ ഉപ്പാപ്പമാർ കഴിഞ്ഞ നാട് തുടങ്ങി ഒട്ടേറെ നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ സ്വന്തം നാടിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സുകളിൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും പിറന്ന നാട്ടിലേക്ക് പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും പഴയകാല ഓർമ്മകൾ, നടന്ന ഇടങ്ങൾ പോയി കാണലുമൊക്കെ നമ്മുടെ പതിവ് രീതികളുമാണ്. താൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യനെ അവൻ നിവസിക്കുന്ന രാജ്യവുമായിട്ട് അഭേദ്യമായ ഒരു ഹൃദയബന്ധം എന്നുള്ളത് പ്രകൃതിപരമായി തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനോടുള്ള ഒരു സ്നേഹം, അവിടം വിട്ട് പോകേണ്ടി വരിക, അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് ആരെങ്കിലും പറയുക, അതൊക്കെ നമുക്ക് അസഹനീയമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മനുഷ്യർക്ക് കൽപ്പിക്കപ്പെട്ടാൽ ചെയ്യാൻ പ്രയാസം തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. അതിലേക്കുള്ളൊരു സൂചന അല്ലാഹു തആല പറയാണ്, വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഖുതുലു അൻഫുസകും അവ ഖുറുജു മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലൻ മിൻഹും. അവരോട് നാം അവർക്കൊരു നിയമമാക്കിയിരുന്നുവെങ്കിൽ, മനുഷ്യർക്ക് അള്ളാഹു നിയമമാക്കി നിശ്ചയിച്ചിരുന്നുവെങ്കിൽ, കടുത്ത നിയമങ്ങൾ അള്ളാഹു വെച്ചിരുന്നുവെങ്കിൽ, ഉദാഹരണം പറയാണ്, എന്തൊക്കെ? നിങ്ങളൊക്കെ പരസ്പരം, നിങ്ങൾ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം വെട്ടിക്കൊല്ലണം, അങ്ങനെ ഒരു നിയമം വെച്ചിരുന്നുവെങ്കിൽ എങ്കിലേ എൻ്റെ പുണ്യം നേടാനാകൂ എന്നോ, അതല്ലെങ്കിൽ അവി ഖുറുജു മിൻ ദിയാരിക്കും, നിങ്ങളുടെ പിറന്ന നാട് വിട്ട് നിങ്ങൾ പോകണം എന്നോ മറ്റോ വല്ല നിയമങ്ങൾ നാം നിശ്ചയിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു പറയാണ്, മനുഷ്യന്റെ പ്രകൃതി എന്താണ്? മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും. വളരെ കുറഞ്ഞ ആളുകൾക്കല്ലാതെ അത് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരാനാവില്ല. മനസ്സ് പൊരുത്തപ്പെടൂല. അവനവനെ കൊല്ലണതിന് സമാനാണ് പിറന്ന നാട്ടിൽ നിന്ന് പോണെന്ന് പറയുന്നത്. അതാർക്കും അത്ര ഇഷ്ടപ്പെടൂല എന്നുള്ളത് പ്രകൃതി സഹജമായ ഒരു കാര്യമാണ്. അതിലേക്കുള്ള സൂചനയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തുൻ നിസായിലെ 66-ാമത്തെ ഈ സൂക്തം. അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്ന നാടായിരുന്നു മക്ക രാജ്യം, നമുക്കറിയാം. ആ മക്ക രാജ്യത്തെ എത്രത്തോളമാണ് അവിടുന്ന് സ്നേഹിച്ചത്. ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവിടുന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണമേ എന്ന്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിഅമത്ത് പറയുന്നത് സുരക്ഷിതത്വത്തോടെ, അമ്നോടുകൂടി, നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. നബിതങ്ങളുടെ പ്രാർത്ഥന അതായിരുന്നു. അവസാനം പക്ഷേ ആ രാജ്യത്ത് നിന്ന് വിടേണ്ടി വന്നു. മനസ്സില്ലാ മനസ്സോടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനും അത് പ്രബോധനം നടത്തുവാനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു മണ്ണാണെങ്കിൽ അവിടം വിട്ട് അതിന് സ്വാതന്ത്ര്യമുള്ള മണ്ണിലേക്ക് പോകൽ കടമയാണല്ലോ. അതിൻ്റെ ആ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മക്ക രാജ്യത്തെ വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലാണല്ലോ അവസാനമായി മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത്. മക്കായുടെ അതിർത്തി പ്രദേശത്ത് നിന്നുകൊണ്ട് മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുത്ത മുസ്തഫ പറഞ്ഞ വാചകം അവിടുത്തെ ഖൽബിൽ എത്രത്തോളം ആ രാജ്യത്തോടുള്ള സ്നേഹമുണ്ടെന്ന് അറിയിക്കുന്ന വാചകങ്ങളാണ്. മാ അത്യബകി മിൻ ബലദിൻ, നീ എത്ര നല്ല വിശിഷ്ടമായ രാജ്യമാണ് മക്ക രാജ്യമേ. വഹബ്ബകി ഇലയ്യ, എനിക്ക് എത്ര പ്രിയങ്കരമായ രാജ്യമാണ് നീ. വലൗലാ അന്ന ഖൗമി യഖറജൂനി മിൻകി,
നിന്നിൽ നിന്ന് എന്റെ നാട്ടുകാരി എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാസകൻതു ഗൈറകി, മറ്റൊരിടത്ത് ഞാൻ പോയി താമസിക്കുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടുകൂടെ പറഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ശരീരം അവിടെ ഇല്ലെങ്കിലും മനസ്സ് അവിടെ തന്നെ ബന്ധിച്ചുകൊണ്ട് ആ നിലക്കായിരുന്നു അള്ളാഹുവിന്റെ റസൂല് മക്ക വിട്ടു പോയത് എന്ന് നമുക്കറിയാം. മദീനയിലെത്തി മറ്റൊരു രാജ്യത്താണ് എത്തിയത്. എന്നാ പിന്നെ അവിടെ താമസിക്കുന്ന രാജ്യം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പിറന്ന രാജ്യം മാത്രമാണ് എനിക്ക് പ്രധാനം എന്ന് അവിടുന്ന് പറഞ്ഞോ? മനസ്സിലാക്കിയോ? ഇല്ല. അവിടുന്ന് അതിലൂടെ ഒരു വലിയ സന്ദേശം പഠിപ്പിച്ചു. എവിടെയാണോ നിവസിക്കുന്നത് ആ രാജ്യം സമാധാനപൂർണമാകണം, ആ രാജ്യത്തും തനിക്ക് സ്വൈരമുണ്ടാകണം, ആ രാജ്യത്തോടും തനിക്ക് സ്നേഹമുണ്ടാകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ പാട് അവിടുന്ന് പ്രാർത്ഥിച്ചത്, സഹാബാക്കൾക്ക് വേണ്ടിയും അവിടുന്ന് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മദീനയോട് ഇഷ്ടമുണ്ടാക്കണേ, നീ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യമായി മദീനയെ മാറ്റണേ. കമാ ഹബ്ബബ്ത ഇലൈനാ മക്കത ഔ അശദ്ദ, മക്കയോട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് പോലെ, മക്ക രാജ്യത്തോട് ഞങ്ങൾക്ക് നീ ഇഷ്ടം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം ഞങ്ങൾ നിവസിക്കാൻ പോകുന്ന മദീനയിൽ നീ ഞങ്ങൾക്ക് ആ മദീനയോട് സ്നേഹമുണ്ടാക്കണേ എന്ന് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയപ്പോൾ പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എവിടെയാണോ നിവസിക്കുന്നത് ആ രാജ്യത്തോട് നമുക്ക് ചില കടമകളുണ്ട്. ആ രാജ്യത്ത് എത്തിയത് മുതൽ, ഒരു രാജ്യത്ത് താമസിക്കുന്ന താമസക്കാരായത് മുതൽ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. കേവലം നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അമാനത്തുകൾ നിർവഹിക്കൽ കൂടിയാണ്. എവിടെ നിവസിക്കുമ്പോഴും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചില അമാനത്തുകളുണ്ട്. ആ അമാനത്തുകൾ അവൻ പാലിക്കൽ നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത്, വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവർ അവരുടെ അമാനത്തുകളെ, അവരോട് നിർബന്ധമായും അഥവാ അവർ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ, കടമകളെ, കടപ്പാടുകളെ കാത്തുപോരുന്നവരാണ്, അതിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ് എന്ന് വിശ്വാസികളെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്. ഏതൊക്കെ കടമകളാണ് സുഹൃത്തുക്കളെ ഒരു രാജ്യത്ത് നിവസിക്കുമ്പോൾ നമ്മിൽ അർപ്പിതമായത്? പ്രഥമമായും പ്രാധാന്യപൂർവവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. നാം മുസ്ലിമീങ്ങളാണ്, നമ്മൾ വിശ്വാസികളാണ്. നമ്മുടെ അവിടെ ജീവിക്കുമ്പോഴും ആ ജീവിക്കുന്ന നാടിന്റെ അനുസരിച്ച് എന്നുള്ളതല്ല, നമുക്ക് പ്രധാനം ദീന് തന്നെയാണ്. റഹ്മാനായ റബ്ബാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ നിരീക്ഷിക്കുകയാണ്, നോക്കുകയാണ്. എന്നെ പരിചയമുള്ള ആളുകൾക്ക് ചുറ്റുമാണെങ്കിൽ ഞാൻ തഖ്വയോടെ ജീവിക്കുക, എന്നെ പരിചയമില്ലാത്ത എനിക്ക് തികച്ചും അപരിചിതരോടൊപ്പമാണ് ഞാൻ ജീവിക്കുക എങ്കിൽ എന്റെ മതപരമായ സ്വത്വത്തെ, എന്റെ മതപരമായ ബാധ്യതയെ, ഐഡന്റിറ്റിയെ കളഞ്ഞുകുളിക്കുന്നവര് പ്രകൃതം ഇന്ന് പല ആളുകൾക്കും ഉണ്ട്. എവിടെയാണ് ജീവിക്കുന്നതെങ്കിലും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കണം. കാരണം റഹ്മാനായ റബ്ബാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് പാർപ്പിടം നൽകുന്നത്, അവനാണ് എവിടെയും നിവസിക്കുവാൻ നമുക്ക് നിർഭയത്വമുള്ള ഒരു സാഹചര്യം നൽകി അനുഗ്രഹിക്കുന്നത്. നിഅമത്തുകളിൽപ്പെട്ട ഏറ്റവും വലിയ നിഅമത്താണ് അംന് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കൊക്കെ പരിചയമുള്ള ചെറിയ അധ്യായമായ സൂറത്ത് ഖുറൈശിൽ, മക്ക ഖുറൈശികളുടെ പേരിലുള്ള ആ അധ്യായത്തിൽ ഖുറൈശികളോട് അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഈ രാജ്യത്ത് നിവസിക്കുന്നതിന് റബ്ബിനോട് നന്ദിയുള്ളവരാകണം. കാരണം നിങ്ങൾക്കിവിടെ ഊഷരമായ ഈ മരുഭൂമിയിൽ കാർഷികമായ ഉൽപ്പന്നങ്ങളൊന്നും വിളയാത്ത ഈ തരിശു ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങളൊക്കെ ഒരുക്കി തന്നവൻ അവനാണ്. നിർഭയത്വത്തോടുകൂടി ഏത് രാജ്യത്തേക്കും പോകുമ്പോഴും നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കുവാൻ വേണ്ട ഇടം ഇവിടെ ഒരുക്കി തന്നത് അവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആ നിഅമത്തിനെ അവരോട് ഓർമ്മപ്പെടുത്തിയെടുത്ത് റബ്ബ് പറഞ്ഞ ദൗത്യമാണ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. വിശപ്പിന് പരിഹാരമായി ആഹാരം നൽകിയവനായ റബ്ബിനെ മാത്രം ആരാധിക്കണം. അതുപോലെ തന്നെ പേടിയില്ലാതെ നിർഭയത്വത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി തന്ന റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ആ നിഅമത്ത് ആസ്വദിക്കുന്നവരാണ് നമ്മൾ. നിഅമത്തെന്ന് പറയുന്നത് ഒരുപാട് ധനമുണ്ടാകലല്ല, ഒരുപാട് അധുനാധുന സൗകര്യങ്ങളുടെ ഉടമയായി മാറലല്ല.
മുസ്തഫ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരെങ്കിലും താൻ താമസിക്കുന്ന ഇടത്ത് തനിക്കും തൻ്റെ കുടുംബത്തിനും നിർഭയത്വത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, മുആഫൻ ഫീ ജസദിഹി, ആരോഗ്യത്തിന് തകരാറൊന്നുമില്ല, രോഗങ്ങളൊന്നുമില്ലാതെ ഒരാൾക്ക് ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇൻദഹു ഖൂതു യൗമിഹി, അന്നന്ന് കഴിയാനുള്ള ഹലാലായ ആഹാര വിഭവങ്ങൾ അവൻ്റെ അടുക്കലുണ്ട്. അതിനുവേണ്ടി അവന് യാചിക്കേണ്ടി വരുന്നില്ല. ആ വിധത്തിലുള്ള ഒരു ധന്യതയും ഒരാൾക്കുണ്ടെങ്കിൽ, ഫകഅന്നമാ ഹീസത് ലഹു ദുജ്ജാ, ദുന്യാവ് മുഴുവനും വെട്ടിപ്പിടിച്ചവനെ പോലെയാണ്, അഥവാ അവൻ ഒരു രാജതുല്യമാണ് അവൻ്റെ അവസ്ഥ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, നിർഭയത്വം എന്ന് പറയുന്ന നിഅമത്തിന് എത്രത്തോളം വലുപ്പമുണ്ടെന്ന് അറിയുക. നിർഭയത്വമില്ലാത്ത ഒരു രാജ്യത്ത് നിവസിക്കേണ്ടി വരുമ്പോഴാണ് വെടിയൊച്ചകൾക്ക് നടുവിൽ, റോക്കറ്റുകളുടെ ചീറിപ്പായലുകൾക്ക് നടുവിൽ, മിസൈലുകൾക്ക് നടുവിൽ, പൊട്ടിത്തെറികൾക്ക് നടുവിൽ, തീപിടുത്തങ്ങൾക്ക് നടുവിലൊക്കെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നിടത്തുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അവർക്ക് എത്രത്തോളം നിസ്സഹായതയാണ്. പുറത്തിറങ്ങാൻ പേടി, ആരാധന നിർവഹിക്കാൻ പേടി, തൻ്റെതായ ജീവിത മാർഗങ്ങളിലേക്ക് പുറപ്പെടാൻ പേടി. ഈ പേടിയൊന്നുമില്ലാതെ നിർഭയത്വത്തോടെ ജീവിക്കുവാൻ കഴിയുന്നു എന്ന നിഅമത്ത് റഹ്മാനായ റബ്ബ് തരുന്ന നിഅമത്താണ്. അതിന് നന്ദിയുള്ളവരാകണം. അതിന് നന്ദിയുള്ളവരാവേണ്ടത് റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രഥമമായും പ്രാധാന്യപൂർവ്വവും മനസ്സിലാക്കേണ്ടത് റബ്ബിനെ മാത്രം ആരാധിക്കണം, ശിർക്ക് ചെയ്യാതെ. അതുപോലെ തന്നെ മുസ്തഫ പഠിപ്പിച്ച ആ യഥാർത്ഥമായ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ കടമ. രണ്ടാമതായി, ഒരു നാടിനൊരു സദാചാര പാരമ്പര്യങ്ങളുണ്ടാകും. ആ പാരമ്പര്യങ്ങളെ കുത്തിനോവിക്കുന്ന നിലക്കുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള അശ്ലീലതകൾ, അധർമ്മങ്ങൾ, ലഹരിയുടെ ഉപയോഗങ്ങൾ, കാശുണ്ടാക്കുവാൻ വേണ്ടി അതിൻ്റെ വിൽപ്പനകൾ, അതുമായി ബന്ധപ്പെട്ട രൂപത്തിലുള്ള ഗൂഢമായ പ്രവർത്തനങ്ങൾ, ഒന്നിൻ്റെയും പിന്നാലെ ഒരു മനുഷ്യനും ഒരു വിശ്വാസി വിശിഷ്യ പോകുവാൻ പാടില്ല. മൂന്നാമത്തെ കടമ, ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ടാകും. ആ നിയമങ്ങൾ പാലിക്കൽ നമ്മുടെ കടമയാണ്. റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച നിയമങ്ങൾക്ക് വിപരീതമല്ലാത്ത ഏത് നിയമങ്ങളും പാലിക്കുവാൻ ഒരു രാജ്യത്ത് നിവസിക്കുന്ന മുസ്ലിം ബാധ്യസ്ഥനാണ്. അവിടെ താമസിക്കുവാൻ ചില നിയമങ്ങളുണ്ടാകും. ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ കുടിയേറ്റ നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ വിസാ ചട്ടങ്ങളുണ്ട്. അത് ലംഘിച്ചുകൊണ്ട് ഒരാൾക്കും ജീവിക്കുവാൻ പാടില്ല. ഒരു രാജ്യത്ത് വാഹനം ഓടിക്കണമെങ്കിൽ അവിടുത്തെ റോഡ് നിയമങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാകും. അത് ലംഘിക്കൽ അവൻ്റെ അത് ലംഘിക്കാതിരിക്കൽ ഇസ്ലാമികമായ കടമയാണ്. ഇടപാടുകൾ, ബിസിനസ്സുകൾ, ഒരു രാജ്യത്ത് കച്ചവടം ചെയ്യണമെങ്കിൽ, ബിസിനസ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ ലോകളുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഇടപാടുകളും ഒരു രാജ്യനിവാസിക്ക് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാകും, ലേബർ നിയമങ്ങൾ ഉണ്ടാകും. ആ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു തൊഴിലാളിയെയും കൊണ്ടുവരുവാനോ ഒരു തൊഴിൽ ചട്ടങ്ങളെയും ലംഘിക്കുവാനോ ഒരു നാട്ടിൽ നിവസിക്കുന്ന ഒരു മനുഷ്യനും പാടില്ലാത്തതാണ്. നാലാമതായി, രാജ്യത്തിനെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ കുബുദ്ധികൾ ഏത് രാജ്യത്തുമുണ്ടാകും. ഓരോ രാജ്യത്തുമുള്ള ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകളെ പർവ്വതീകരിച്ച് കാണിക്കുവാനും അവിടെയുള്ള നന്മകളെ തീരെ കാണാതെ സോഷ്യൽ മീഡിയകളിലും ഒളിഞ്ഞിരുന്നുമൊക്കെ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ തകർക്കുന്ന വിധത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ഗൂഢസംഘങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു പ്രചരണങ്ങളെയും ഷെയർ ചെയ്യുകയോ അതേപോലെ തന്നെ അതിൻ്റെ വക്താക്കളിൽ പെട്ടുപോവുകയോ ചെയ്യാതെ ഏറ്റവും കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ആ രാജ്യത്തോടുള്ള കടമയാണ്. അഞ്ചാമതായി, സമാധാനം തകർക്കുന്ന വാർത്തകൾ, ഭീതിജനകമായ വാർത്തകളല്ല സമൂഹത്തിന് നൽകേണ്ടത്. എപ്പോഴും ഒരു നാട്ടിൽ സമാധാനത്തിൻ്റെ വാർത്തകൾക്കാണ് പ്രചരണം നൽകേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ താമസിച്ചു കൊണ്ടിരിക്കെ ഒരു രാത്രിയിൽ ഘോരമായ ഒരു ശബ്ദം മദീനയിൽ കേൾക്കുകയാണ്. എല്ലാവരും പേടിച്ചു. മദീന നിവാസികൾ എന്താണ് സംഭവിച്ചതെന്നറിയാതെ എല്ലാവരും പേടിച്ച് വീടുകളിലിരിക്കുകയാണ്. ആ സമയത്ത് കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എവിടുന്നാണ് ആ ശബ്ദം കേട്ടത് എന്ന് നിജസ്ഥിതി അറിയാൻ വേണ്ടി മദീനയിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ അപ്പോഴേക്കും മുസ്തഫയുണ്ട്, തിരിച്ചു വരുന്നു.
അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോഴേക്ക് തിരിച്ചു വരികയാണ്. മദീന നിവാസികളോട് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ലം തുറാഴു, പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഞാൻ പോയി നോക്കി, അത് വെറുതെ ഒരു ശബ്ദമുണ്ടായതാണ് എന്ന അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പറഞ്ഞു എന്ന് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരികയാണ്. സഹോദരങ്ങളെ, ഈ കടമകളൊക്കെ ഇസ്ലാമികമായി ഒരു വിശ്വാസി പാലിക്കേണ്ടുന്ന കടമകളാണ്, ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അമാനത്തുകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും അപാകതകളും പോരായ്മകളും വിട്ടുപുറത്ത് മാപ്പ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് മുത്തഖീങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു രാജ്യത്ത് നിവസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാലിക്കേണ്ടുന്ന കടമകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്ത് സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്നത് വെറുതെയല്ല. അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ പട്ടാളങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമിളച്ച് കാത്തിരിക്കുന്ന ആർമിയും അതേപോലെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരു രാജ്യത്ത് ഒരുക്കുന്നത് ആ രാജ്യത്തെ ഭരണാധികാരികളാണ്. അതിനുവേണ്ടി അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ധാരാളക്കണക്കിന് വിഭവങ്ങളാണ്. അതിന് നന്ദിയുള്ളവരാകണം എന്നുള്ളത് വിശ്വാസികളുടെ കടമയാണ്. ആ നന്ദി പ്രകടനം പല വിധത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നു, സദുദ്ദേശത്തോടുകൂടി നല്ല ഉദ്ദേശത്തോടുകൂടി ഒരു രാജ്യാതിർത്തിക്ക് കാവൽ നിൽക്കുന്ന ഒരു മുസ്ലിമിൻ്റെ അവൻ ഉറക്കമിളക്കുന്ന അവൻ്റെ കണ്ണ് നരകത്തീ സ്പർശിക്കുന്നതല്ല എന്ന്. രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ അത് പറഞ്ഞു. ഐനാനി, രണ്ട് കണ്ണുകൾ, ലാ തമസ്സുഹുമന്നാർ, ആ രണ്ട് കണ്ണുകളെയും നരകാഗ്നി സ്പർശിക്കുന്നതല്ല. ഒന്നാമത് പറഞ്ഞു ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന കണ്ണുകൾ. നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട കണ്ണാണത്. അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ഇടയ്ക്കിടെ കരയാൻ കഴിയണം. അതാളുകൾക്ക് മുമ്പിലെ കരച്ചിലല്ല. ഒറ്റക്കിരുന്നു കൊണ്ട് റബ്ബിനെ ഓർത്ത്, തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത പാപങ്ങളെ ഓർത്ത്, റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ വരാനിരിക്കുന്ന ഘോരമായ ശിക്ഷകളെ ഓർത്ത്, എൻ്റെ റബ്ബെന്നോട് പൊറുത്തിട്ടില്ലെങ്കിൽ എനിക്ക് നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയ ബീഭത്സമായ രംഗങ്ങളെ ഓർത്ത്, താൻ കിടക്കേണ്ടി വരുന്ന ഖബറിലെ ഏകാന്തതയോർത്ത് കരയേണ്ടി വരുന്ന കരയുന്ന കണ്ണുകൾ നമുക്കുണ്ടോ? നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ കണ്ണുകൾ നരകത്തീ സ്പർശിക്കുന്നതല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി അവിടെ നിന്ന് പറഞ്ഞതാണ് വഅയ്നുൻ ബാത്തത്ത് തഹറുസു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു രാജ്യത്തിൻ്റെ കാവലിന് വേണ്ടി, ശത്രുക്കളുടെ അറ്റാക്കിൽ നിന്ന് സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമിളക്കുന്ന കണ്ണുകളിൽ നിന്ന്. ആ ഉദ്ദേശാർത്ഥം റഹ്മാനായ റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അത് ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്നാണ് ആ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഏഴാമത്തെ നമ്മുടെ കടമയാണ് സൽഭരണം കാഴ്ചവെക്കുവാൻ. ഒരു രാജ്യത്തെ ഭരണാധികാരികൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ എന്ന് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരു ഭരണാധികാരിക്ക് നല്ല വിധത്തിലുള്ള ഉപദേശികൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ നിഅമത്താണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, നല്ല ഭരണം കാഴ്ചവെക്കുവാൻ വേണ്ടി, നല്ല നല്ല നിയമങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി ഉപദേശിക്കുന്ന അഡ്വൈസർമാരായ നല്ല ഉപദേശികൾ ഒരു ഭരണാധികാരിക്കുണ്ടാവുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ഉണ്ടാകണേന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. ഒരു രാജ്യത്തെ നിവാസികൾക്കും പൗരന്മാർക്കും ഏറ്റവും നല്ല വിധത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാവാൻ, അതിനവർക്ക് എല്ലാവിധത്തിലും റബ്ബിൻ്റെ കാവലുണ്ടാകാൻ ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും വിശ്വാസികളുടെ കടമയാണ്. ഈ കടമകളൊക്കെ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കടമകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുവാൻ. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഏതൊക്കെ കടമകൾ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ നിർവഹിക്കുവാനുണ്ടോ അതൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നത്തിൽ അവരെയും നമ്മയും അള്ളാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام.